ഓഫ് വേൾഡ് റെക്കോർഡിലെത്താനുള്ള ബൈജു എൻ നായരുടെ റൂട്ട് ട്രിപ്പിന് സംഭവിച്ചതെന്ത് അറിയാം എക്സ്ക്ലൂസീവ്ലി ഓൺ മോർണിംഗ് നമ്പർ 1 സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എമ്മിൽ. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഒരു വേൾഡ് ടൂർ. സുരേഷ് ജോസഫ്, ലാൽ ജോസ് ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ബൈജു എൻ നായർ. പകുതി വഴിക്ക് ഇവർ യാത്ര വേണ്ടാന്ന് വെക്കുന്നു. ചില അസ്വാരസ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടായതുകൊണ്ട് ഇന്ന് ഇതിനെക്കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കുന്നു, മനസ്സ് തുറക്കുന്നു മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ബൈജു എൻ നായർ. എന്തൊക്കെ അസ്വാരസ്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സ് പഠിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? പ്രശ്നഭരിതമായ ദിനങ്ങൾ തുടർന്ന് 6-7 രാജ്യങ്ങൾ പിന്നിട്ട് ഏറ്റവും ബുദ്ധിമുട്ടേറിയ 6-7 രാജ്യങ്ങൾ പിന്നിട്ട് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഞങ്ങൾ എത്തി. അവിടെ നിന്ന് വീണ്ടും എസ്റ്റോണിയയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ യൂറോപ്പിലെത്തുകയാണ്. യൂറോപ്പിലെത്തിയാൽ പിന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് യാത്ര തീർക്കാൻ പറ്റും. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ലാലുവിനെ കാണാൻ വന്ന ലാലുവിന്റെ കുറച്ച് ഫാൻസ്. അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും അവിടെ ലാൽ ജോസിന്റെ ഫാൻസ് വരും. അത് അവര് സിനിമ സ്നേഹിക്കുന്നവരാണ്, ലാൽ ജോസിനെ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അവര് വന്ന് അവരുമായിട്ട് അവരോട് വളരെ മോശമായ രീതിയിൽ ഈ സുരേഷ് സാർ ഒന്ന് പെരുമാറി. അപ്പോ ലാൽ ജോസ് എന്ന് പറയുന്ന വ്യക്തിയെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. ലാലു അങ്ങേയറ്റം ക്ഷമിക്കുന്ന ഒരാളാണ്. അപ്പോ വളരെ മോശമായി പെരുമാറിയെങ്കിലും അത് കേട്ടവരുടെ മുഖം വളരെ വല്ലാതായി, ലാലുവിന്റെ മുഖവും വല്ലാതായി. ആ നിമിഷം എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. ഏതായാലും ഞാൻ വളരെ ശക്തമായി പ്രതികരിച്ചു. അതോടുകൂടിയാണ് യാത്രയിൽ നിന്നും വിട്ടുപോരേണ്ട രീതിയിലേക്കുള്ള പ്രശ്നമായിട്ട് അത് മാറിയത്. അപ്പോ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത സമയത്ത് കൂടെയുള്ള ആരും നിർബന്ധിച്ചില്ലേ തിരിച്ചു പോകണ്ട അല്ലെങ്കിൽ യാത്രയിൽ നിന്ന് പിന്മാറണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞില്ലേ? ലാൽ ജോസ് വീണ്ടും എടുത്ത് വളരെ ശക്തമായിട്ട് നീ അങ്ങനെ പോകരുത്, നമ്മൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ യാത്ര മുഴുവനാക്കണം എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തു. അതുകൊണ്ട് രാവിലെ യാത്ര തുടരാൻ ഞാൻ തീരുമാനിച്ചെങ്കിലും സുരേഷ് ജോസഫ് ഒരു തരത്തിലും പറ്റില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തു. ലാലുവിനും അവിടെ ഇറങ്ങാം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ, ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകും എന്നൊരു സ്റ്റാൻഡാണ് എടുത്തത്. സ്പോൺസർഷിപ്പ് പൂർണ്ണമായും കൊണ്ടുവന്ന ആള് ലാൽ ജോസ് ആണ്. അങ്ങനെയുള്ള ലാലുവിനോട് പോലും ഇനി നിങ്ങൾ മുന്നോട്ട് വരണ്ട എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് വളരെ വിചിത്രമാണ്. എങ്കിൽ പോലും ആ ഒരു സ്റ്റാൻഡാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ എന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും പോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റും ഒരു സെൽഫ് എസ്റ്റീമും ഒക്കെ ഉള്ള മനുഷ്യനായതുകൊണ്ട് എനിക്ക് തന്നെയല്ല യാത്ര ചെയ്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് എനിക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തൊറ്റയ്ക്കായാലും പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞു ലാലു യാത്ര തുടരും. ഒരു റെക്കോർഡ് ഡ്രൈവ് ലാലുവിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്റെ ആഗ്രഹം അവിടെ നിൽക്കട്ടെ, ഒന്നുകിൽ ഞാൻ വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ തിരിച്ച് ചില രാജ്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ പൊക്കോളാം എന്ന് ഞാൻ പറയുന്ന നിമിഷം തന്നെ എന്റെ വെട്ടിയൊക്കെ കാറിൽ നിന്നും വെളിയിൽ ഇറക്കി കഴിഞ്ഞു. ഡോർ അടഞ്ഞു. ആ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു മഹാനഗരത്തിന്റെ മൂലയിലെ ഒരു ഹൈവേയിൽ എവിടെയോ എന്നെ ഇറക്കി വിട്ടിട്ട് 42 ദിവസം കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ടീം ലീഡർ ആ വാഹനം ഓടിച്ചങ്ങ് പോയി. അതാണ് സംഭവിച്ചത്. ഇത്തരത്തിലൊരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെ? എന്നാലും ഈ യാത്ര പകുതി വഴിക്ക് അദ്ദേഹത്തിന് മുടക്കേണ്ടി വന്നു. ഇതിലൊരു പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു എലമെന്റ് എവിടെയെങ്കിലും ഉണ്ടോ? 3 പേർ ഒരുമിച്ച് ഒരു യാത്രയ്ക്ക് പോയാൽ അത് നടക്കില്ല എന്നുള്ള രീതിയിൽ ചോദിച്ചു മനസ്സിലാക്കാം. ഓൺ മോർണിംഗ് നമ്പർ 1 സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എമ്മിൽ. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലെത്താനുള്ള ബൈജു എൻ നായരുടെ റൂട്ട് ട്രിപ്പിന് സംഭവിച്ചതെന്ത്? വെൽക്കം ബാക്ക് ടു മോർണിംഗ് നമ്പർ 1. നിങ്ങൾക്കൊപ്പം ഞാൻ ലാവണ്യ. ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എം. ലാൽ ജോസ്, സുരേഷ് ജോസഫ്, ബൈജു എൻ നായർ ഇവര് 3 കൂടെയാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്ന ലക്ഷ്യത്തില് 75 ദിവസത്തോടെ ലോകരാജ്യങ്ങൾ പകുതിയും കണ്ടു തീർക്കാമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി യാത്ര പുറപ്പെട്ടത് കേരളത്തിൽ നിന്നും. എന്നാൽ ഈ യാത്ര പകുതി വഴിക്ക് നിർത്തി പോരേണ്ടി വന്നു. ഇതിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് ബൈജു ആർ നായർ, എക്സ്ക്ലൂസീവ്ലി ഫ്രം പോളണ്ട്. സോ ഈ ഒരു യാത്രയെ കുറിച്ച് നമുക്ക് കേൾക്കാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ശരിക്കും ഈ ഒരു യാത്ര എങ്ങനെയാണ് നിങ്ങൾ ഓർഗനൈസ് ചെയ്തത്? ഈ യാത്ര ഏതാണ്ട് 10-15 രാജ്യങ്ങൾ പിന്നിട്ട് നിൽക്കുമ്പോൾ എനിക്ക് പറയാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ പണവും സമയവും അതുപോലെ നല്ലൊരു ട്രാവൽ ഏജന്റും ഉണ്ടെങ്കിൽ പിന്നെ ഒരു വാഹനവും ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പ്ലാൻ ചെയ്യാവുന്ന യാത്രയാണ് കൊച്ചി ടു ലണ്ടൻ പോലെയുള്ള യാത്രകൾ. കാരണം ഇപ്പൊ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഒരു ഹോംവർക്കും വേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇതിനു മുമ്പ് ലണ്ടനിൽ നിന്നും ഡൽഹിയിലേക്ക് വാഹനം ഓടിച്ചു വന്ന തുഷാർ എന്നൊരാളിനെ നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടുകയും അയാളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ട്രാവൽ ഏജൻസി, ഡൽഹിയിലെ ഒരു ട്രാവൽ ഏജൻസിയോട് നമുക്ക് സംസാരിക്കാൻ പറ്റുകയും അവർക്ക് വേണ്ട പൈസ കൊടുക്കുകയും ചെയ്തപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ഓരോ സ്ഥലത്തും ഗൈഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഒരു ശതമാനം പോലും നമ്മൾ ബുദ്ധിമുട്ടറിഞ്ഞില്ല. അതുകൊണ്ട് ഇതൊരു വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മൾ റൂട്ട് കണ്ടുപിടിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. വളരെ കൃത്യമായും ട്രാവൽ ഏജന്റ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. കൊച്ചിയിൽ നിന്നും ലണ്ടനിലെത്താൻ ആകെ 2 റൂട്ടുകളേ ഉള്ളൂ ഇന്ത്യ വിടുമ്പോൾ. ഒന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ടർക്കി വഴിയുള്ള റൂട്ട്. അതാണ് ഏറ്റവും എളുപ്പം. പക്ഷെ പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാന്റെ ഒക്കെ ഉള്ളിൽ പുകയുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് അതിലെ പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ വന്ന വഴിയാണ് നേപ്പാൾ, ചൈന, കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ. ഓക്കെ, അങ്ങനെ യാത്ര പ്ലാൻ ചെയ്തു. യാത്ര തുടങ്ങി. 16 ദിവസം 17 ദിവസം യാത്രകൾ പിന്നിട്ട്. എന്നിട്ട് ഇവർ 3 പേർക്കിടയിൽ ഉണ്ടായ ആ ഒരു സംഭവം എന്താണ്? എന്തുകൊണ്ടാണ് ഈ യാത്രയിൽ നിന്നും ബൈജു എൻ നായർ എന്ന മാധ്യമ പ്രവർത്തകൻ പിന്തിരിഞ്ഞത്? The story is little different and interesting. Yes, this is exclusive show with ബൈജു എൻ നായർ. Only on Super Hits 93.5 Red FM. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.
ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലെത്താനുള്ള ബൈജു എൻ നായരുടെ റൂട്ട് ട്രിപ്പിന് സംഭവിച്ചതെന്ത്? യെസ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM മോർണിംഗ് നമ്പർ 1-ൽ നിങ്ങൾക്കിപ്പം ഞാൻ ലാവണ്യ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ വളരെ കൃത്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ചില രാജ്യങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് 3 പേര് തമ്മിൽ, പ്രത്യേകിച്ച് ഈ 3 പേര് മലയാളികളാണെന്ന് ഓർക്കണം. മലയാളികൾക്കിടയിൽ പൊതുവേ ഇങ്ങനെ ഒരു ഈഗോ പ്രശ്നം സാധാരണ വരാറുണ്ട്. അപ്പൊ എന്തായാലും അത്തരത്തിലൊരു ഈഗോ ഇഷ്യൂ ആയിരിക്കണം ഈ യാത്ര പകുതി വെച്ച് നിർത്തി പോരാൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ബൈജു എൻ നായറിനെ പ്രേരിപ്പിച്ചത്. എന്തായാലും അദ്ദേഹം ഇത് നമ്മളോടൊപ്പം എന്റെ മോർണിംഗ് നമ്പർ 1-ൽ ഈ 3 പേര് ഒരുമിച്ചൊരു യാത്ര പോയാൽ അത് ശരിയാവില്ല എന്നൊരു വിശ്വാസം നമ്മൾ മലയാളികൾക്കിടയിലുണ്ട്. അപ്പൊ അതായിരിക്കും ഒരുപക്ഷെ ഇതിനോട് കാരണം. പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഒരു പഴഞ്ചൊല്ല് പോലെ നമ്മൾ പറയുന്ന കാര്യമുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം 3 മാസം മുമ്പ് ഞാനും എന്റെ 2 സുഹൃത്തുക്കളുമായിട്ടാണ് വിയറ്റ്നാമിൽ പോയത്. 6-7 മാസം മുമ്പ് ഞാനും എന്റെ 2 സുഹൃത്തുക്കളുമായിട്ടാണ് കംബോഡിയ പോയത്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അടുത്തൊരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തരായ 2 കഥാകൃത്തുക്കളായ സുഭാഷ് ചന്ദ്രനും ഉണ്ണിയാറും ഞാനും ഉൾപ്പെടെ ഞങ്ങൾ 3 പേരും കൂടി യാത്ര പോകാനാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതൊന്നുമല്ല, യാത്രയ്ക്ക് വേണ്ടി നമ്മൾ കൂടെയുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കളെ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ വെച്ചായിരിക്കും യഥാർത്ഥ സ്വഭാവം കൂടെയുള്ളവരുടെ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ഒന്നും പറ്റാത്ത ഒരു സ്ഥിതിയായി പോകും. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഒരുമിച്ച് വലിയ യാത്രകളൊക്കെ പുറപ്പെടുമ്പോൾ. അപ്പൊ ഇത്രയും യാത്രകൾ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാണ്? കണ്ടതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഇനി ഈ യാത്രയിൽ എപ്പോഴെങ്കിലും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ മിസ് ചെയ്യോ? ഈ യാത്രയിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് നഷ്ടമായി എന്നുള്ളൊരു തോന്നൽ 1% പോലും ഇല്ല. കാരണം ഒരു നല്ല ഫ്രണ്ടേ ആയിരുന്നില്ല സുരേഷ് ജോസഫ് എന്ന് പറയുന്ന ആള്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിപ്പോൾ ഈ റേഡിയോ ടോക്കിന് പോലും എന്നെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം കഠിന തടവ് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പുറത്തിറങ്ങിയ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് സ്വന്തമായി യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റുന്നുണ്ട്, ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരല്പം ബുദ്ധിമുട്ടുണ്ട്, കാരണം നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത് വന്നത് കാറിനുള്ളിലാണ്. ഇപ്പോൾ ഞാനൊരു വലിയ ബാക്ക് പാക്കും തൂക്കി കഷ്ടപ്പെട്ട് നടക്കുന്നു, ബസ്സിൽ നിന്ന് ബസ്സിലേക്ക് പോകുന്നു. അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും മനസമാധാനമാണല്ലോ മനുഷ്യന് ഏറ്റവും ആവശ്യം. അത് വളരെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ലാൽ ജോസിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ഹൃദയമുള്ള ഒരു മനുഷ്യനില്ല. പക്ഷെ ലാലുവിന്റെ എനിക്ക് തോന്നുന്നു ക്ഷമയുടെ കാര്യത്തിൽ ലാലു എന്നെക്കാളും വളരെ മുന്നിലാവാം. അല്ലെങ്കിൽ ഇതൊരു മിഷനായിട്ട് എടുത്ത് എങ്ങനെയെങ്കിലും മുഴുവനാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം ലാലു ഇപ്പോഴും തുടരുന്നത്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, മനസമാധാനത്തോടു കൂടിയല്ല ഒരിക്കലും ലാലു ഇപ്പോഴും ആ യാത്രയിൽ ആ വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നത്. വെരി എക്സ്ക്ലൂസീവ്ലി യെസ്, സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM മോർണിംഗ് നമ്പർ 1-ലൂടെ മനസ്സ് തുറന്നിരിക്കുകയാണ് ഇന്ന് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ബൈജു എൻ നായർ. ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നടക്കം ഒരു ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില ഡീസൻസി, അതും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതോടുകൂടി നിങ്ങൾ ഫ്രണ്ട്സിന്റെ സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. മോർണിംഗ് നമ്പർ 1-ലൂടെ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ്